കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഒരു നരാധമനാൽ പിച്ചു ചീന്തി പിന്നീട് മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ട പെൺകുട്ടിക്ക് നീതി തേടിയുള്ള ഓട്ടത്തിലാണ് മാതാപിതാക്കൾ. കഴിഞ്ഞ വർഷമാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള കൊലപാതകം സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ നടന്നത്. അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് കൊലപാതകത്തിന് ഇരയായത്. കോഴ്സ് തീർന്ന ഡോക്ടർ കുപ്പായത്തിലേക്ക് ഔദ്യോഗികമായി മാറാൻ വെറും 2 മാസം മാത്രം ബാക്കി നിൽക്കവെയായിരുന്നു നീചമായ രീതിയിൽ ആ ജീവൻ അവസാനിപ്പിച്ച കൊലയാളി കടന്നത്. ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയെങ്കിലും ഇന്നും പൂർണ്ണമായും നീതി ആ പെൺകുട്ടിക്ക് ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ തങ്ങളുടെ മനോവേദന ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി പങ്കിടുവാനുള്ള ആഗ്രഹം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പങ്കിട്ടിരുന്നു. എന്നാൽ ആഗ്രഹം പ്രസിഡന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കൂടിക്കാഴ്ചയ്ക്കുള്ള അഭ്യർത്ഥന പ്രസിഡന്റ് ദ്രൗപദി മുർമു നിരസിച്ചു എന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്നും വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളിതുവരെ പ്രതികരിക്കാൻ പോലും കൂട്ടാക്കാതിരുന്നതിന്റെ ഞെട്ടലും മാതാപിതാക്കൾക്കുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ തളരുന്നില്ല. മകളുടെ നീതിക്കായി പോരാട്ടം തുടരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. 2 മാസത്തിനുള്ളിൽ എന്റെ മകൾ MD പൂർത്തിയാക്കുമായിരുന്നു. അവളെ ഒരു ഡോക്ടറാക്കാൻ ഞങ്ങൾ എല്ലാം നൽകി. അവളുടെ നീതിക്ക് വേണ്ടി പോരാടാൻ ഞങ്ങൾ എല്ലാം നൽകും. ഇതായിരുന്നു ആ നിസ്സഹായരായ മാതാപിതാക്കളുടെ വാക്കുകൾ. കൊൽക്കത്തയിലും ബംഗാളിലും അതിനപ്പുറത്തും അത്ഭുതപൂർണമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായ 31 വയസ്സുള്ള ബിരുദാനന്തര പരിശീലന ഡോക്ടറുടെ അമ്മയും വിതുമ്പിക്കൊണ്ടാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ച കാര്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മരിച്ചുപോയ ഞങ്ങളുടെ മകൾക്ക് നീതി തേടി ഞങ്ങൾ രാജ്യത്തിന്റെ പ്രസിഡന്റിന് കത്തെഴുതി. തിരക്കേറിയ സമയക്രമം കാരണം ഞങ്ങൾക്ക് സമയം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതി ഓഫീസ് മറുപടി നൽകി. കുടുംബം പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെങ്കിലും നാളിതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നും കുടുംബം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 ആശുപത്രിയിലെ സെമിനാർ മുറിയിൽ നിന്നുമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. കൽക്കത്തയിലെ ഹൈക്കോടതി അന്വേഷണം CBIക്ക് കൈമാറുകയായിരുന്നു. ജനുവരി 20 കൊൽക്കത്തയിലെ കോടതി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്ത കൊൽക്കത്ത പോലീസ് സ്വീക് വളണ്ടിയർ സഞ്ജയ് റോയെ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ശിക്ഷിക്കുകയും ചെയ്തു. കൊലപാതക സമയത്ത് കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെയും താല പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള ഓഫീസർ അവജിത് മോഡലിനെയും തെളിവ് നശിപ്പിച്ചു എന്നാരോപിച്ച CBI അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കേന്ദ്ര ഏജൻസി പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ മൊണ്ടലിനെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ആർജിക്കറിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ CBI അറസ്റ്റ് ചെയ്തതിനാൽ ഘോഷ് ഇപ്പോഴും ജയിലിലാണ്. ഹൈക്കോടതി കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയ കേസും പരിഗണിച്ചാണ് ഘോഷ് അറസ്റ്റിലായത്. ഇതിനിടയിലാണ് രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട തങ്ങളുടെ വിഷമം അറിയിക്കുവാൻ മാതാപിതാക്കൾ ദില്ലിയിലേക്ക് യാത്ര പോയത്. രാഷ്ട്രപതി പ്രതികരിക്കുന്നതിനും മറ്റും ചില പരിമിതികളുണ്ട് എന്ന് പറയാം. എന്നാൽ പ്രധാനമന്ത്രി മോദിയിൽ നിന്നുമുള്ള മൗനമാണ് മാതാപിതാക്കളെ തകർത്തു കളഞ്ഞത്.